ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നതിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു. 1-ാം തീയതി കഴിഞ്ഞിപ്പോൾ ഇത് 6-ാം തീയതിയാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളെ ന്യൂ ഇയർ ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അന്ന് കേക്ക് ഉണ്ടാക്കി, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ എന്തുണ്ടായാലും കേക്ക് ഉണ്ടാക്കലാണ്. അപ്പോൾ സാധാരണ വാങ്ങിക്കുന്നതല്ലേ, അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കി, തട്ടിക്കൂട്ടി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ റെസിപ്പിയാണ്, ഒരു മാറ്റവും അതുകൊണ്ട് ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ പുറത്തുള്ള ഡെക്കറേഷൻ മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടായിന്, അതന്നെ ഉള്ളൂ. അപ്പോൾ ചോക്ലേറ്റ് കുറച്ച് ഗനാഷ് പോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ക്രീമിൽ മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ബ്രൗൺ കളറാക്കിയിട്ടാണ് ഇപ്രാവശ്യം ഫുൾ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കിയില്ല ചോക്ലേറ്റ് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കേക്ക് ഉണ്ടാക്കൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് മുകളിലും സൈഡിലൊക്കെ കുറച്ച് അതേ ക്രീം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു മഞ്ച് ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എന്തോ ചോക്ലേറ്റ് ഉണ്ട്, അതിങ്ങനെ കുത്തി വെച്ച് കൊടുത്തതിന് ശേഷം അപ്പം മൊത്തത്തിൽ ഒരു ചോക്ലേറ്റ് മയം കേക്കായിരുന്നു ന്യൂ ഇയറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ന്യൂ ഇയറിന് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ന്യൂ ഇയർ പരിപാടി സെലിബ്രേഷന് പോയിട്ടുണ്ടായത്. നമ്മൾ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവരെല്ലാവരും ഫ്രണ്ട്സും കൂടി അവിടെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം പെട്ടെന്ന് നമ്മുടെ കുറച്ച് അടുത്തുള്ള ചൂട്ടാട് ബീച്ച് അവിടെ പരിപാടി ഉണ്ടാകാറുണ്ടോ ന്യൂ ഇയറിനെല്ലാം കൊല്ലം, അങ്ങനെ പോകാമെന്ന് പെട്ടെന്നാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഞാൻ തിരക്കായിട്ട് ഇതൊന്ന് കംപ്ലീറ്റ്, ഞാനിത് ലേറ്റായി, ഒരുപാട് ലേറ്റായി. ഇനി പോകുന്നില്ലാത്തതുകൊണ്ട് മെല്ലെ ചെയ്താൽ മതി, വീട്ടിൽ തന്നെ അല്ലേ ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഇല്ലെന്ന് വെച്ചാൽ മെല്ലെ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് അത് വിളിച്ചു പറഞ്ഞാൽ റെഡി ആയി നിന്നോ, ഞാൻ ഇപ്പോൾ കൂട്ടാൻ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വന്നിട്ട് കട്ട് ചെയ്യാൻ നല്ല മറ്റു പോയി. അപ്പോൾ ഇതാണ് കേക്ക്. വലിയ കുഴപ്പമൊന്നുമില്ല, എന്തെല്ലോ ആക്കാൻ നോക്കി, ലാസ്റ്റ് ഫുൾ ഓവറായ മാതിരി ഉണ്ടോ എന്നറിയില്ല. പക്ഷേ അവർക്ക് ഭയങ്കര ഇഷ്ടം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസിനെ കാട്ടി ഇതാ കാണാൻ രസം എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെടുത്ത് അങ്ങ് ഫ്രിഡ്ജിലങ്ങ് സെറ്റാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വന്നതിന് ശേഷം ന്യൂ ഇയറിന് ആയതിന് ശേഷം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോകാൻ റെഡിയായി. അപ്പോൾ വീടൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങിയെന്ന് പെട്ടെന്ന് തീരുമാനിച്ചാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയെന്ന്. അപ്പോൾ അതാ അവർ ഫ്രണ്ട്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഇടുന്നതാണ്, പാട്ടൊക്കെ വെച്ച് ഫുൾ അടിപൊളിയായിട്ട് ഇവിടെ പാട്ടും ഡാൻസ് എല്ലാം ആണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടാണ് നേട്ടം പോയത്. ന്യൂ ഇയർ ആയതുകൊണ്ട് അതൊന്ന് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എല്ലാവരും അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അനിയനും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പ്രോഗ്രാമാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര തിരക്കാണ്, അതാ വണ്ടിയൊന്നും അങ്ങോട്ട് പോകുന്നേ ഇല്ല. അപ്പോൾ നമ്മളിവിടെ ബൈക്ക് കുറച്ച് ഇങ്ങോട്ട് നിർത്തിയിട്ട് നടന്നിട്ടാണ് പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടു, അതുകൊണ്ട് ബൈക്ക് ഇങ്ങോട്ട് നിർത്തിയതിന് ശേഷം നടന്നിട്ട് അങ്ങോട്ടേക്ക് പോയി. പ്രോഗ്രാം ഏകദേശം തീരാനായെന്ന് തോന്നുന്നു. കറക്റ്റാണ് നമ്മൾ എത്തലും ന്യൂ ഇയർ ആവുന്നതും ഒരേ സമയത്തായിരുന്നു, ലേറ്റായില്ല, അതുകൊണ്ട് കൃത്യസമയത്ത് എത്തി. Happy New Year!
soaking the masses, writing my poems for the few that look at me, cooking me, shooting me, feeling me, singing from heartache, from the pain, taking my lessons from the veins, speaking my lessons from the brain, seeing the beauty. Fuck! Get back! അപ്പോൾ അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. എല്ലാവരും ഇത് ഓരോ ഭാഗത്ത് ഇരിക്കുന്നു. ആൾക്കാർ ഫ്രണ്ട്സിനെയും വീട്ടുകാരൊക്കെ വിളിച്ച് ന്യൂ ഇയർ വിഷ് ചെയ്തിരിക്കുകയും ചെയ്യുന്നത്. എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ട സിസ്റ്ററിനെയും അവരൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ വേറെ പോയി, അവർ വീട്ടിലേക്ക് പോയി, ജസ്റ്റ് ഒന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക്. അപ്പോൾ പറഞ്ഞു എന്തെങ്കിലും വാങ്ങിച്ചാന്ന് പറഞ്ഞപ്പോൾ എന്ന് വെച്ച് വന്നാൽ ഒരു ന്യൂ ഇയർ അല്ലേ, മധുരം ആയിക്കോട്ടെ, ഒരു ഐസ്ക്രീം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഐസ്ക്രീമിന് ഉള്ള സ്ഥലം പരിധി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഐസ്ക്രീം കൂടി വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. ആ ബട്ടർ സ്കോച്ചാണ് വാങ്ങിച്ചത്. എനിക്ക് ചോക്ലേറ്റാണ് ഇഷ്ടമാകുന്നു. ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു. ഇവർ രണ്ടാളും ബട്ടർ സ്കോച്ച് വാങ്ങിച്ചു. അതിൽ നമ്മളിങ്ങനെ കുറേ നടക്കണം. ബൈക്ക് നിർത്തിയ സ്ഥലത്തേക്ക് കുറച്ച് നടക്കണം. അപ്പോൾ വണ്ടിയൊക്കെ നല്ലോണം ഉള്ളതുകൊണ്ട് മെല്ലെ നടക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് റഷാണ് ഉണ്ടായത്. അപ്പോൾ നടന്ന് ബൈക്കിൽ കയറിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ നേരെ പോയില്ല, കുറച്ചൊന്ന് ചുറ്റിക്കറങ്ങി. അപ്പം മൊത്തത്തിൽ എല്ലാവരുടെയും നല്ല അടിപൊളിയായിരുന്നു. ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളും അതിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്തും കേൾക്കുന്നതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് കറങ്ങിത്തിരിഞ്ഞ് ലാസ്റ്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിൽ പോയിട്ട് നമുക്ക് കേക്ക് കട്ടേണ്ടിയാണ്. അപ്പം വീട്ടിൽ പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉറക്കം വന്നു. ഇതാ ഓരോരാൾ സൈഡായി. കിടക്കുന്നു, ഏട്ടൻ കിടക്കുന്നു. എന്ത് കോലാത്. കേക്ക് ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, നമുക്ക് മുറിക്കാം. അങ്ങനെ നമ്മൾ കുഞ്ഞ് ന്യൂ ഇയർ സെലിബ്രേഷൻ എല്ലാം ഉണ്ടായത്. അപ്പോൾ ലിസക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. ലിസക്ക് വീട്ടിലുള്ളത്. അപ്പോൾ ലിസക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. അപ്പോൾ ലിസക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. മീമോനും കൊടുത്തു. മീമോ മുകളിലാണ് ഉറങ്ങുക. മുകളിൽ വരാന്തയിലാക്കിയാലും കുറേ കഴിയുമ്പോൾ മുകളിൽ പോയി കിടന്നുറങ്ങും. അപ്പോൾ മുകളിലുണ്ടായിരുന്ന രണ്ടാൾക്കും കേക്കെല്ലാം കൊടുത്തു. അപ്പോൾ നമ്മളെ കുഞ്ഞ് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.